എൻ്റെ റൂമായിട്ടുള്ള ധാരാളേക്ക് മെയിനായിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഗെയിമിംഗ് റൂം ടൂർ. മാത്രമല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഇവിടെ അല്ലേ, ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് എൻ്റെ റൂം ടൂർ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. ഞാനൊന്ന് ക്യാമറ ഫ്ലിപ്പ് ചെയ്യട്ടെ കേട്ടോ. ഗൈസ് ഇതാണ് എൻ്റെ റൂം. നമ്മളിപ്പോൾ വലിയൊരു ഗ്രേ കളർ ഡോറാണ് എൻ്റെ കളർ എന്ന് പറയുന്നത്. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഗെയിം സോൺ എൻട്രി പ്രൊഹിബിറ്റഡ് എന്നിട്ട് രാക്ഷസൻ കൺട്രോളർ വെച്ച് കളിക്കുന്നൊരു പിക്ചറുള്ളൊരു ഇതാണ്. ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനൊരു 100 എത്ര കണ്ട് പ്രൈസ് വരുന്നത്. നമുക്ക് ഡോറ് തുറന്ന് കാണിച്ചു തരാം. ഗൈസ് ഇതാണ് എൻ്റെ ലോകം. ഡോർ തുറക്കട്ടെ കേട്ടോ. ഗൈസ് ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് സംഭവം. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ല ഗൈസ്, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബെഡ്. വലിയൊരു ഡബിൾ ബെഡാണ്, കിങ് ക്യൂണൊന്നുമല്ല, ഡബിൾ ബെഡ്. ഇതേ ഒരു ഡോണറ്റിൻ്റെ പോലത്തെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. എൻ്റെ ബ്ലാങ്കറ്റ്, എൻ്റെ ഡ്രസ്സ് വയ്ക്കുന്ന അലമാര. പിന്നെ ഗൈസ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ വാങ്ങിയ ഒരു സ്പൈഡർമാൻ്റെ മാസ്കാണിത്. ഇതിപ്പോൾ നാട്ടിലൊരു 500 രൂപ 600 രൂപ വരുന്നുള്ളൂ. പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ലൈറ്റ് എത്തും, പക്ഷെ ലൈറ്റ് വർക്കാവുന്നില്ല. പിന്നെ നമുക്ക് എൻ്റെ ലാപ്പും ഇതൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇത് എൻ്റെ സൈഡ് ടേബിൾ പോലത്തെ, ഇവിടെ കുറേ പിക്ചേഴ്സ് ഇട്ടുണ്ട്. ലൈഫ് ഈസ് എ ജേണി, എൻജോയ് ദ റൈഡ്. പിന്നെ ബുദ്ധൻ്റെ ഒരു പടം, പിന്നെ ഗെയിമിങ്ങിൻ്റെ ഒരു സാധനം. എൻ്റെ വാച്ച് G-Shockൻ്റെ വാച്ചാണ്, കണ്ടില്ല. ടൈം പീസ് ഉണ്ട് അലാറം വയ്ക്കാൻ വേണ്ടി. എൻ്റെ ഫാമിലി ഫോട്ടോ, ഞങ്ങൾ കുളിക്കാൻ പോയപ്പെടുത്ത കുളിസീനാണ് ഗൈസ്. പിന്നെ ഇവിടെ ഞാൻ വലിയൊരു സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, 5 മീറ്ററിൻ്റെ. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചുള്ളൂ കേട്ടോ, ഇത് ഇടയ്ക്ക് വെച്ചുള്ളൂ. അയ്യോ ഗൈസ്, 2 കത്താണ്ടായി ഗൈസ്, എന്താ ചെയ്യാവോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്, ചെറിയൊരു റൂം സെറ്റപ്പാണ്. പിന്നെ അതെ ഇവിടെ എൻ്റെ ടാബ് ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ ക്യാമറ ഒരു ഇതാണ്, ക്യാനൻ്റെ സൂം ലെൻസ് 20x15 ലെൻസാണ് ക്യാനൻ്റെ. പിന്നെ ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടിരുന്ന എൻ്റെ ബ്ലൂടൂത്ത് മൗസ്, മറ്റേ പ്ലഗ് കുത്തിയിട്ട് ചെയ്യണ ഒരു മൗസായിരുന്നു. കമ്പനി എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതാണ് ചേട്ടൻ ഉപയോഗിക്കുന്ന ക്യാമറ, ക്യാനൻ്റെ ടാബ്. ഇത് ഷവോമി 9 ടാബ്ലറ്റാണ്. പിന്നെ ഗൈസ് ഞാൻ ഇനി ഇതാണ് ഗൈസ് എൻ്റെ ഗെയിമിംഗ് സിസ്റ്റം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മൗസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സെബ്രോണിക്സിൻ്റെ മൗസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള മൗസാണ്. മൊത്തം സ്വിച്ചും ലൈറ്റൊക്കെ ഉള്ളൊരു മൗസാണ്. ലൈറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. പിന്നെ ഇവിടെ സ്വിച്ച് ഉണ്ട്, പിന്നെ ഇവിടെ സ്വിച്ച് ഉണ്ട് 2 ബാക്ക് അടിക്കാനുള്ള സ്വിച്ച്. പിന്നെ ഇത് സ്വിച്ചല്ല, ആ സ്വിച്ചല്ല. പിന്നെ ഗൈസ് സെബ്രോണിക്സിൻ്റെ തന്നെ ഒരു കീബോർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്കിപ്പോൾ അതിനകത്ത് 3 ടൈപ്പ് ലൈറ്റ് എത്തും. ഇതാണ് ഒരെണ്ണം, പിന്നെ രണ്ടാമത്തത്, മൂന്നാമത്തെ ലൈറ്റ്സ് ഇല്ലാത്തത്. ഞാനിപ്പോൾ എപ്പോഴും ഇതാണ് ഇടാറ്. ഈ സെബ്രോണിക്സിൻ്റെ കീബോർഡ് ആമസോണിലുണ്ട്. ഞാനിപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇതും കിട്ടും, 2 ഒറ്റ സെറ്റായിട്ടാണ് കിട്ടുക. പിന്നെ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ലാപ്പിലാണ് കളിക്കാറ്. ഇപ്പോൾ ഒരു സ്പൈഡർമാൻ്റെ മാർസ് മൊറാലസിൻ്റെ ഒരു വാൾപേപ്പർ ഇട്ടിട്ടുണ്ട്. ലാപ്പ് എന്ന് പറയുന്നത് ഏസറാണ്. ഞാനിപ്പോൾ മെയിനായിട്ട് കളിക്കുന്നത് മൈൻക്രാഫ്റ്റും ക്രേസി ഗെയിംസിലെ ഒക്കെയാണ്. പിന്നെ കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, DJയുടെയും ബോട്ടിൻ്റെ ഒക്കെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡിലാണ് വച്ചിരുന്നത് കേട്ടോ, ലാപ്പ് ഇതിനകത്താണ് വച്ചിരിക്കുന്നത്. അയ്യോ ഓക്കെ. പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റീവിൻ്റെ ഒരു പടം വച്ചിട്ടുണ്ട്. സ്റ്റീവാണോ ഇത്? ആ സ്റ്റീവാണെന്ന് തോന്നുന്നു. പിന്നെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5ൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്.
പിന്നെ എന്തുവാ, പിന്നെ ഈ മൗസ് പാഡിനെ പറ്റിയാണ്. ഇത് എൻ്റെ അമ്മാവൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയതാണ്, ഫ്രീ കിട്ടിയ ഒരു സംഭവമാണ്. പിന്നെ ഇതാണ് എൻ്റെ ഗെയിമിംഗ് ചെയർ. സത്യം പറഞ്ഞ ഗൈസ് ഡൈനിങ് ടേബിളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് എൻ്റെ അമ്മയ്ക്ക് തയ്ക്കാൻ വേണ്ടി മേടിച്ചൊരു നല്ല സോഫ്റ്റ് സാധനമാണ്, സ്ക്വിഷി എന്നൊക്കെ പറയാം. സുഖമായിട്ടിരിക്കാം. പിന്നെ ഇതാണ് എൻ്റെ ജിംബ്രൂട്ടൻ. ഞാൻ ഇട്ട പേരാണ് എൻ്റെ ജിംബ്രൂട്ടൻ. ഇവിടെ സ്പൈഡർമാൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണിത് ഗൈസ്, അവഞ്ചേഴ്സ് താനോസിൻ്റെ കൈ. ഞാനിപ്പോൾ എപ്പോഴും തൂക്കിയിടാറുണ്ട്. പിന്നെ അനദർ എൻ്റെ കൺട്രോളർ ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ യുവോ ഫോക്സിൻ്റെ കൺട്രോളറാണ്, ട്രാൻസ്പെറൻറ്റ് കൺട്രോളറാണ്. കണ്ടില്ലേ, നല്ല സൂപ്പർ കൺട്രോളറാണ് ഗൈസ്. ഞാൻ ഉപയോഗിച്ചതിന് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രോളറാണ്. നമുക്ക് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. സ്വിച്ച് തരാം. ഇപ്പോൾ പച്ച തന്നെ ആയിരിക്കും, ഓഫായി. ഇപ്പം മാറിക്കൊണ്ടിരിക്കും ഇത്. ഇപ്പോൾ നമ്മൾ ഏത് സമയത്താണോ സ്വിച്ച് നിൽക്കണേ ആ സമയത്തുള്ള കളറായിരിക്കും ഫുൾ ടൈം. ഞാൻ ഓറഞ്ച് ആക്കാം. ഇത് ഓറഞ്ച് ആവട്ടെ. അയ്യോ കണ്ടില്ലേ, പിന്നെ ഈ മൊത്തം ഈ കളറായിരിക്കും. സൂപ്പർ കൺട്രോളാണ് ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത്രയാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, വലിയ സെറ്റപ്പൊന്നും ഇല്ല, അത്യാവശ്യം ഇതൊക്കെ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വൈഡ് വ്യൂ തരാം. വലിയൊരു കണ്ടില്ലേ, ഇത്രയാണ് ഗൈസ് എൻ്റെ വ്യൂ. ഗെയിമിംഗ് സെറ്റപ്പ് വലിയ സെറ്റപ്പൊന്നും ഇല്ല ഗൈസ്. ഞാൻ ഇപ്പോൾ മെയിനായിട്ട് കാണുന്നൊരു യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗെയിമിങ്ങിൻ്റെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റാണ്. എനിക്ക് ഗൈസ് എൻ്റെ ഫേവറേറ്റ് ഗെയിമറാണ് ഗെയിം തെറാപ്പിസ്റ്റാണ് ഞാൻ മെയിനായിട്ട് കാണാറ്. അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ഗെയിമിംഗ് വാച്ചാൻ കാണും, റൂൺജെറി കാണും, ഈഗിൾ ഗെയിമിംഗ് കാണും. പിന്നെ പണ്ട് കണ്ടുകൊണ്ടിരുന്നത് ഹിപ്സ്റ്റർ ഗെയിംസാണ്. പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് റോസ്റ്റിങ്ങും ഗെയിമിങ്ങും ഉള്ളൊരു ആളാണ്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളാണ്, സോളോ വെയ്നർ. മെയിനായിട്ട് റോസ്റ്റിംഗ് ആണെങ്കിലും റോസ്റ്റിങ്ങും ഗെയിമിങ്ങും ഒരുപോലെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് അവരെ ഈ 4-5 പേരാണ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ എപ്പോഴും കാണുന്ന 5-6 യൂട്യൂബേഴ്സാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. അപ്പോൾ ഗൈസ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് ഇഷ്ടമായോ? ഞാൻ വലിയ റിച്ചൊന്നുമല്ല. ഞാനിപ്പോൾ എൻ്റെ പറ്റാവുന്ന രീതിയിൽ എല്ലാ ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ചെയ്തതാണ്. എൻ്റെ മനസ്സിൽ ഇതെൻ്റെ ലോകമാണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ പറ്റിയ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ചെയ്തൊരു സംഭവമാണ്. പിന്നെ മാത്രമല്ല, ഞാൻ എല്ലാത്തിൻ്റെ പ്രൈസൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പ്രൈസൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റൂമാണ് പറയുള്ളൂ. കാരണം എനിക്ക് പറ്റാവുന്നത്ര മാക്സിമം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഈ റൂമാക്കിയിട്ടുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് മീ ഗൈസ്. ഞാനിപ്പോൾ എല്ലാത്തിൻ്റെ പ്രൈസ് പറഞ്ഞു തന്നില്ലല്ലോ. ഞാനിപ്പോൾ ഈ കീബോർഡും ഈ മൗസും കൂടിയും ഒരുമിച്ച് വാങ്ങിയത് 1200 എത്രങ്ങാണ്ട് രൂപയ്ക്കാണ്. പിന്നെ ഈ കൺട്രോളർ ഇതിന് 2300 എത്രങ്ങാണ്ട് പ്രൈസ് വരും. പിന്നെ ഇത് ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയതാണ്, അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് ഈ ജിംബ്രൂട്ടറെ. ഇതിനെനിക്ക് തോന്നുന്ന ഒരു 300-400 രൂപ വരും. അവിടെ നല്ല റേറ്റാണ് ഗൈസ്, കിട്ടാനില്ല ഈ സാധനം. പിന്നെ ഈ 2 സ്റ്റിക്കേഴ്സ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പ്രിൻ്റ് എടുത്താണ്, പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട്. പിന്നെ ഈ ലാപ്ടോപ്പ് ഒരു 10K 20K കൊണ്ട് വരും, എനിക്ക് അറിഞ്ഞൂടെ ക്ലിയർ ആയിട്ട്. ചെറുപ്പത്തിൽ വാങ്ങിയ ലാപ്പാണ്. പിന്നെ ഈ ക്യാനൻ്റെ ചെറുതിനൊരു 10,000-20,000 കണ്ട് രൂപയുണ്ട്. ഇതെനിക്ക് അറിഞ്ഞൂടാ. ഇത് എൻ്റെ കസിൻ ചേട്ടൻ എനിക്ക് തന്നാണ്. ടാബ് ഒരു എത്ര കണ്ട് വരുന്നുണ്ട് ഗൈസ്, എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ ഒന്നും. പിന്നെ ഈ സ്ട്രിപ്പ് ലൈറ്റ് ഇതിന് എത്ര 500 രൂപ കൊണ്ടുള്ളൂ ഗൈസ്, അത്യാവശ്യം വില കുറവൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നെ? ഞാൻ താത്തി കാണിക്കാം. ഇതാണ് ഞാൻ, ചെറിയ സെറ്റപ്പാണ്. പിന്നെ ഞാൻ കാണിക്കാൻ വെച്ച സ്ഥലം ഗൈസ് കാണിച്ചു തരാം. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു സാധനം കാണിച്ചു തരാം. 5 മിനിറ്റ് ഞാനൊന്ന് സെറ്റ് ആയിക്കോട്ടെ.
ഗൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് മണി പാളിന്ന് തോന്നുന്നു ഗൈസ്. അയ്യോ ലൈറ്റ് കാണുന്നില്ല. ഇനി ഞാൻ എൻ്റെ കളക്ഷനിൽ വെച്ച് വേറൊരു സാധനമാണ് ദാണ്ട് ഗൈസ്. ഈ ഒരു സംഭവം മേടിക്കും ഞാൻ സൗദിയിൽ നിന്ന് മേടിച്ചാണ്. വേണമെങ്കിൽ ഇത് ഊരാം. ഡിസ്റ്റർബ്സ് ഉണ്ടോ കണ്ടില്ലേ ഗൈസ്? ഇത് വേറെ ലെവൽ സാധനം ഗൈസ്. ഇത് ഞാൻ 10ൽ 100 തരും. പക്ഷേ ഇതിനാകെ ഒറ്റ കുഴപ്പമുള്ളതാണ് എടുത്ത് വെച്ചേക്കണം. ഇതിൻ്റെ ബാറ്ററി നിൽക്കുള്ള ഗൈസ്. കിണ്ണം സാധനമാണ് കണ്ടില്ലേ? വാച്ച് ഇത് പുകയൊക്കെ വരും, വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പുക വരും. കിണ്ണൻ സാധനമാണ്. പക്ഷേ എൻ്റെ ബാറ്ററി 5 മിനിറ്റ് 10 മിനിറ്റ് നിൽക്കുള്ളൂ. കാരണം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ എൻ്റെ ചെറിയ സെറ്റപ്പ് പോലെ ഉണ്ട്. ഇത് എൻ്റെ കുടുക്ക, നാരൂട്ടോൻ്റെ കുടുക്കയാണ്. പിന്നെ എൻ്റെ പേഴ്സ് കണ്ടില്ലേ? ബോട്ടിൽ നിന്നൊക്കെ ആയിട്ടുള്ള പേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ കിൻഡർ കളക്ഷൻ ആണ് ഗൈസ്. ഹെർമൈനി ഉണ്ട്, ഹാരി പോട്ടർ 2 ഡ്രോൺ ഉണ്ട്, 2 ഹെർമൈനി ഉണ്ട്. പിന്നെ ഒരു പാണ്ടയുടെ ഇത് മെസ്സിയെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മെസ്സി ഫാനല്ല, ഞാൻ റൊണാൾഡോ ഫാനാണ്. പക്ഷെ ഞാൻ മെസ്സിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വേറൊരു സാധനം കണ്ടില്ലേ ഗൈസ്? ഇത് ഫുട്ബോൾ ബൂട്ടാണ്, സൗദിയിൽ നിന്ന് വാങ്ങിയതാണ്. കമ്പനി കണ്ടോ ഗൈസ്? കമ്പനി കണ്ടോ? അബിഡാസ് ഗൈസ്. ഭയങ്കര വിലയാണ് ഇതിന്. ഞാൻ അത്യാവശ്യം റേറ്റ് മുടക്കി വാങ്ങിച്ച സാധനമാണ്. ഡ്യൂപ്ലിക്കേറ്റിന് ഇത്രയും വില ഗൈസ്? ഒത്ത റിയലിനെത്തോട്ടായിരിക്കും ഞാൻ മേടിച്ചിട്ടില്ല. മേടിച്ചു നോക്കണം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ റൂം. പിന്നെ ഇതേ പറയാൻ മറന്നേ, ഇവിടെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട്, പർപ്പിൾ കളറിൽ മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ ഇതേ നിങ്ങൾ വിചാരിച്ചില്ലേ, ഇതാണ് ഗൈസ് എൻ്റെ പ്രിൻ്റർ. ടാഗ് മാറ്റി കഴിഞ്ഞാൽ കണ്ടില്ലേ? പ്രിൻ്റർ ക്യാനൻ്റെ തന്നെ പ്രിൻ്ററാണ്. എല്ലാം ക്യാനാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും മതി ഇന്നത്തേക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മിക്കവാറും മൈൻക്രാഫ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വിശദമായി പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ അനന്ത് കൃഷ്ണ ഈസ് സൈനിങ് ഔട്ട്. ബ്ലൂ